പേർക്ക് പരിക്ക്. മരിച്ചവരിൽ 2 കുട്ടികളും. അപകടത്തിൽപ്പെട്ടത് നാടോടി സംഘങ്ങൾ. ഡ്രൈവർ മദ്യപിച്ചുറങ്ങിപ്പോയതിനാൽ ലോറി ഓടിച്ചത് ക്ലീനർ. 2 പേരും കസ്റ്റഡിയിൽ. ബിജെപി സംസ്ഥാന പ്രസിഡന്റ് പദവിയിൽ നിന്ന് കെ സുരേന്ദ്രനെ മാറ്റില്ല. കൊച്ചിയിലെ ബിജെപി യോഗത്തിൽ നിന്ന് വിട്ടുനിന്ന് കൃഷ്ണദാസ് പക്ഷത്തെ പ്രമുഖർ. കൃഷ്ണദാസും രമേശും എൻ രാധാകൃഷ്ണനും എത്തിയില്ല. മാധ്യമങ്ങളെ പഴിചാരി സുരേന്ദ്രൻ. നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയിരിക്കുന്നത്? നിങ്ങൾ ആരാണ് ഇവിടുത്തെ? നിങ്ങൾ ഈ പറഞ്ഞ ഒരു കാര്യവും ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല. നിങ്ങൾ ചെവിയിൽ നുള്ളിക്കോ. നിങ്ങൾ നിരാശരായിട്ട് വീട്ടിൽ പോകേണ്ടി വരും. പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്വം നിർവഹിച്ചെന്ന് ശോഭാ സുരേന്ദ്രൻ. കാലാവധി ഇന്ന് അവസാനിക്കാനിരിക്കെ മഹാരാഷ്ട്രയിൽ മുഖ്യമന്ത്രി ആരെന്ന് തീരുമാനിക്കാനാവാതെ മഹായുതി സഖ്യം. ദേവേന്ദ്ര ഫഡ്നവിസ് ഉറപ്പിച്ചെങ്കിലും പ്രഖ്യാപനം നീളുന്നത് സഖ്യകക്ഷികളുമായി സമവായമാകാത്തതിനാൽ. ഷിൻഡേക്കും അജിത് പവാറിനും ഉപമുഖ്യമന്ത്രി സ്ഥാന വാഗ്ദാനം. വാട്സാപ്പ് അക്കൗണ്ടുകൾ ഹാക്ക് ചെയ്ത് വ്യാപക പണം തട്ടിപ്പ്. ഹാക്കിംഗ് കണ്ടെത്തിയാലും വാട്സാപ്പ് അക്കൗണ്ട് വീണ്ടെടുക്കാനാവില്ല. നടപടിയെടുക്കാൻ മാർഗമില്ലെന്ന് പോലീസ്. +2 കോഴക്കേസിൽ സർക്കാരിനും ഇഡിക്കും തിരിച്ചടി. KM ഷാജിക്കെതിരായ അപ്പീൽ സുപ്രീം കോടതി തള്ളി. ഹൈക്കോടതി വിധിക്കെതിരെ അപ്പീൽ കൊടുത്തത് ഇഡിക്കൊപ്പം സംസ്ഥാന സർക്കാരും. കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിലുള്ള മൊഴിയല്ല വേണ്ടതെന്ന് കോടതി. भारत को एक संपूर्ण प्रभुत्व संपन्न समाजवादी पंथ निरीक्षण लोकतांत्रिक गणराज्य बनाने के लिए ഭരണഘടന അംഗീകരിക്കപ്പെട്ടതിന്റെ 75ാം വാർഷികാഘോഷത്തിന് തുടക്കം. പാർലമെന്റിന്റെ പഴയ മന്ദിരത്തിൽ ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് രാഷ്ട്രപതി. ആമുഖം ഏറ്റുചൊല്ലി പ്രധാനമന്ത്രിയും MP-മാരും. 75 രൂപ നാണയവും പ്രത്യേക സ്റ്റാമ്പും പുറത്തിറക്കി. DC ബുക്സിന്റെ വിശദീകരണം തള്ളി EP ജയരാജൻ. ആർക്കും ആത്മകഥ പ്രസിദ്ധീകരിക്കാൻ അനുവാദം നൽകിയിട്ടില്ലെന്ന് EP. ക്രിമിനൽ ഗൂഢാലോചന പുറത്തുവരണമെന്ന ആവശ്യം. ഒത്തുതീർപ്പായ പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിലെ ഭാര്യയ്ക്ക് വീണ്ടും ഭർത്താവിന്റെ മർദ്ദനമെന്ന് പരാതി. കറിയിൽ ഉപ്പില്ലെന്നാരോപിച്ച് മർദ്ദിച്ചെന്ന് പോലീസിൽ പരാതി. ഭർത്താവ് രാഹുൽ കസ്റ്റഡിയിൽ. ജീവനെടുത്ത് ലക്കുകെട്ട ഓട്ടം. തൃശൂർ നാട്ടികയിൽ റോഡിൽ കിടന്നുറങ്ങുകയായിരുന്ന നാടോടി സംഘത്തിന് മേൽ ലോറി പാഞ്ഞു കയറി വലിയ ദുരന്തമാണുണ്ടായിരിക്കുന്നത്. 2 പിഞ്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ 5 പേർക്കാണ് ജീവൻ നഷ്ടമായത്. ലോറി ജീവനക്കാർ മദ്യപിച്ചിരുന്നതായും ക്ലീനറാണ് വാഹനം ഓടിച്ചതെന്നുമാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഇന്ന് പുലർച്ചെ 4 മണിയോടെയാണ് നാടിനെ നടുക്കിയ അപകടം. ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി വാഹനങ്ങൾ നിരോധിച്ചയിടത്താണ് നാടോടി കുടുംബങ്ങൾ അന്തിയുറങ്ങിയത്. വാഹനങ്ങൾ എത്താതിരിക്കാൻ ബാരിക്കേഡുകൾ സ്ഥാപിച്ചിരുന്നു. ഇവിടേക്കാണ് തടിയുമായി എത്തിയ ലോറി പാഞ്ഞു കയറിയത്. 2 കുട്ടികളടക്കം 5 പേർ സംഭവസ്ഥലത്ത് മരിച്ചു. കാളിയപ്പൻ, ജീവൻ, നാഗമ്മ, ബംഗഴി എന്നിവരാണ് മരിച്ചത്. 7 പേർക്ക് സാരമായി പരുക്കേറ്റു. അപകടശേഷം വാഹനം വീണ്ടും മുന്നോട്ടുപോയി. ഇത് നാട്ടുകാർ തടയുകയായിരുന്നു. അപകടസ്ഥലത്ത് ചിന്നിച്ചിതറിക്കിടക്കുന്ന മരിച്ചവരുടെ വസ്തുക്കൾ നൊമ്പരക്കാഴ്ചയായി. ഒപ്പമുണ്ടായിരുന്നവരെ ഒരു നിമിഷം കൊണ്ട് മരണം കവർന്നതിന്റെ ആഘാതത്തിലാണ് ബന്ധുക്കൾ. സംഭവത്തിൽ ലോറി ഡ്രൈവർ ജോസ്, ക്ലീനർ അലക്സ് എന്നിവർ അറസ്റ്റിലായി. ഇവർക്കെതിരെ മനഃപൂർവ്വമായ നരഹത്യയ്ക്ക് കേസെടുത്തു. പ്രതികൾ മാഹിയിൽ നിന്ന് മദ്യം വാങ്ങിയതായും അവിടം മുതൽ ഇരുവരും മദ്യപിച്ചിരുന്നതായും പോലീസ് പറയുന്നു.
അപകട സമയം ലോറി ഓടിച്ചത് ക്ലീനറായിരുന്നു. ഇയാൾക്ക് ലൈസൻസ് ഇല്ല. അതുകൂടാതെ ഇതിൽ ഡ്രൈവർ ഉണ്ടായിരുന്നു, ഡ്രൈവറോടൊപ്പം ക്ലീനർ ഉണ്ടായിരുന്നു. രണ്ടുപേരും കസ്റ്റഡിയിലുണ്ട്. രണ്ടുപേരും മെഡിക്കൽ പരിശോധന ഞാൻ മാറ്റിയിട്ടുണ്ട്. മദ്യവെച്ചിട്ടുണ്ട് എന്ന് മെഡിക്കൽ പരിശോധന നമുക്ക് ഇവർ ലഭിച്ചിട്ടുണ്ട്. മുൻ കേസുകളിലുള്ളവരാണ് എന്നും ഒന്നും ഇതുവരെ ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ല. വണ്ടി ഓടിച്ചത് ആരാണ്? വണ്ടി ഓടിച്ചത് ക്ലീനറാണോ എന്നൊരു സംശയം നമുക്കുണ്ട്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ലൈസൻസ് ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അത് ഇപ്പോഴും ഒരു മധ്യലഹരിയിലുള്ളത് കൊണ്ട് കുറച്ചുകൂടി വിശദമായി ചോദിക്കേണ്ടിയുണ്ട്. ദൃക്സാക്ഷികളെ കണ്ട് ചോദിക്കേണ്ടിയുണ്ട്. ഈ സംഭവത്തിന് ശേഷം വണ്ടി അവർ 1 കിലോമീറ്റർ മുന്നോട്ട് പോയിട്ടുണ്ട്. അവിടെ ഇവരെ കണ്ട ദൃക്സാക്ഷികളെ കുറച്ചും കൂടി കാണേണ്ടിയുണ്ട്. സയൻറ്റിഫിക് ആയിട്ടുള്ള പരിശോധനകൾ ഇനിയും കൂടി ചെയ്യേണ്ടിയുണ്ട്. നടപടികൾക്ക് ശേഷം മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കും. അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ പൊതു ഇടങ്ങളിൽ അന്തിയുറങ്ങുന്ന നാടോടികളെപ്പറ്റി വിവരശേഖരണം നടത്തുമെന്ന് പോലീസ് അറിയിച്ചു. അപകടത്തിൽപ്പെട്ട സംഘത്തോട് മാറി താമസിക്കാനും നിർദ്ദേശം നൽകി. ന്യൂസ് 18 തൃശൂർ. അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ രാത്രികാല വാഹന പരിശോധന കർശനമാക്കുമെന്ന് ഗതാഗത മന്ത്രി KV ഗണേഷ് കുമാർ അറിയിച്ചിട്ടുണ്ട്. രാത്രികാലങ്ങളിൽ മദ്യപിച്ച് വാഹനം ഓടിക്കുന്നവരെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള പരിശോധന കർശനമാക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. BJP യോഗം കൊച്ചിയിൽ തുടരുകയാണ്. BJP സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് എന്തായാലും K സുരേന്ദ്രനെ ഉടൻ മാറ്റില്ല. നേതൃമാറ്റത്തിൽ തിടുക്കത്തിൽ തീരുമാനം വേണ്ട എന്നുള്ള നിലപാടിലാണ് കേന്ദ്ര നേതൃത്വം ഇപ്പോൾ. വിമതരുടെ നീക്കമാണ് പാലക്കാട്ടെ പരാജയത്തിന് കാരണമെന്നാണ് K സുരേന്ദ്രൻ കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിട്ടുള്ളത്. അച്ചടക്ക നടപടി ഉണ്ടാകുമെന്ന ഭീഷണിക്ക് വഴങ്ങേണ്ട എന്നുള്ള നിലപാടിലാണ് പാലക്കാട്ടെ പ്രാദേശിക നേതാക്കളും. അതിനാൽ തന്നെ BJPയിൽ ചേരിപ്പോര് തുടരുകയാണ്. BJPയിലുണ്ടായ പൊട്ടിത്തെറി ഉടനൊന്നും കെട്ടടങ്ങില്ല. പക്ഷേ K സുരേന്ദ്രനെ മാറ്റില്ല. നിങ്ങൾ ചെവിയിൽ നുള്ളിക്കോ, നിങ്ങൾ നിരാശരായിട്ട് വീട്ടിൽ പോകേണ്ടി വരും. കേന്ദ്ര നേതൃത്വം ഉടൻ കൈവിടില്ലെന്ന ആത്മവിശ്വാസമാണ് K സുരേന്ദ്രന്റെ ഈ വാക്കുകളിൽ. BJPയിൽ ഉൾപാർട്ടി പോര് രൂക്ഷമാണെങ്കിലും ഉടൻ K സുരേന്ദ്രനെ നീക്കേണ്ടെന്ന നിലപാടിലാണ് കേന്ദ്ര നേതൃത്വം. അംഗത്വ വിതരണത്തിന് ശേഷം സംഘടനാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുകയാണ് BJP. ഈ ഘട്ടത്തിൽ നേതൃമാറ്റം ഗുണം ചെയ്യില്ല. ഫെബ്രുവരി അവസാനമോ മാർച്ചിലോ പുതിയ അധ്യക്ഷനെത്തും. സുരേന്ദ്രനെതിരെ വീണുകിട്ടിയ ആയുധം കരുതലോടെ ഉപയോഗിക്കുകയാണ് എതിർചേരി. അല്ലല്ല, നോക്കൂ, ഇങ്ങനെ കുത്തിത്തിരിപ്പ് ചോദ്യങ്ങളൊന്നും പച്ചപിടിക്കാൻ പോകുന്നില്ല. പുറമേക്ക് കടുത്ത നീക്കത്തിനില്ലെന്ന് തോന്നിപ്പിക്കുന്നുണ്ടെങ്കിലും ശോഭാ സുരേന്ദ്രൻ പക്ഷം കരുനീക്കങ്ങൾ ആരംഭിച്ചു. പാലക്കാട് നഗരസഭ അംഗങ്ങൾ സുരേന്ദ്രനും കൃഷ്ണകുമാറിനുമെതിരെ നടത്തിയ നീക്കം ദേശീയ നേതൃത്വത്തിന് മുന്നിലെത്തിച്ചാണ് ശോഭ ക്യാമ്പ് നീങ്ങുന്നത്. അച്ചടക്ക നടപടിയെടുത്താൽ പാലക്കാട്ടെ ഒരു വിഭാഗം പാർട്ടി വിടുമെന്ന മുന്നറിയിപ്പും ശോഭാ സുരേന്ദ്രൻ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. സംസ്ഥാന അധ്യക്ഷ പദവി ലക്ഷ്യം വയ്ക്കുന്ന ശോഭാ സുരേന്ദ്രൻ പാലക്കാട് തോൽവിയിൽ തനിക്ക് പങ്കില്ലെന്ന നിലപാടിലുമാണ്. പാർട്ടിയുടെ സംസ്ഥാന ഘടകം എന്ത് ജോലി എന്നെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിലും ആ ജോലി നാളിതുവരെ കൃത്യമായിട്ട് ഞാൻ ചെയ്തു തീർത്തിട്ടുണ്ട്. അധ്യക്ഷ സ്ഥാനത്തേക്കില്ലെന്ന് വി മുരളീധരൻ വ്യക്തമാക്കിയതോടെ പകരക്കാരനാകാനുള്ള കരുനീക്കങ്ങൾ പാർട്ടിയിൽ ശക്തമാണ്. PK കൃഷ്ണദാസ്, MT രമേശ് അടക്കമുള്ളവരുടെ പേരുകളും ഉൾപാർട്ടി ചർച്ചകളിൽ സജീവം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. BJP നേതൃത്വത്തിനെതിരെ പോസ്റ്ററുകൾ ഇന്ന് കാണാനായി. കോഴിക്കോട് പ്രസ് ക്ലബിനടുത്തും BJP ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുന്നിലുമാണ് പോസ്റ്റർ പതിച്ചത്. സംഭവം വാർത്തയായതോടെ BJP പ്രവർത്തകർ പോസ്റ്റർ നീക്കം ചെയ്യുകയായിരുന്നു. കുറുവ സംഘം എന്നാണ് സുരേന്ദ്രനെയും സംഘത്തെയും ഈ പോസ്റ്ററിൽ വിശേഷിപ്പിച്ചിരിക്കുന്നത്. മാധ്യമങ്ങളോട് ക്ഷുഭിതനായാണ് ഇന്ന് BJP അധ്യക്ഷൻ K സുരേന്ദ്രൻ പ്രതികരിച്ചത്. ചവറ് വാർത്തകളാണ് പലരും നൽകുന്നതെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പരാതി. സംഘടനയ്ക്കുള്ളിൽ പ്രശ്നങ്ങളില്ലെന്നും മറിച്ചുള്ള വാർത്തകൾ നൽകുന്നവർ നിരാശരാകുമെന്നും സുരേന്ദ്രൻ പ്രതികരിച്ചു. വൈകുന്നേരത്തോടുകൂടി ദില്ലിയിൽ തിരക്കിട്ട കൂടിയാലോചനകൾ. സംസ്ഥാന നേതൃമാറ്റം ഇന്ന് തന്നെ ഉണ്ടായേക്കും. അധ്യക്ഷ പദവിയിലേക്ക് വി മുരളീധരൻ റെഡിയായി കഴിഞ്ഞു. ശോഭാ സുരേന്ദ്രൻ ആഞ്ഞടിച്ചു. കൃഷ്ണദാസും MT രമേശും സന്ദർഭം നോക്കി ആഞ്ഞടിച്ചു. നിങ്ങൾക്ക് വേറെ ജോലിയൊന്നുമില്ല. രാവിലെ തന്നെ വേറെ ഭാരതീയ ജനതാ പാർട്ടിയും ദേശീയ ജനാധിപത്യ സഖ്യവും എന്താണെന്ന് അറിയാത്ത രീതിയിലാണ് നിങ്ങൾ ഈ 3 ദിവസമായിട്ട് ഈ തുള്ളിക്കൊണ്ടിരിക്കുന്നത്. മാധ്യമങ്ങൾ നിരാശരാവേണ്ടി വരും. ഇന്നത്തെ യോഗം എന്ന് പറയുന്നത് സജീവാംഗത്വത്തെക്കുറിച്ചും പ്രാഥമിക അംഗത്വത്തെക്കുറിച്ചും മാത്രമുള്ള ചർച്ചയാണ്. നിങ്ങൾ എന്തൊക്കെയാ എഴുതി വിടുന്നത്?
15 കൊല്ലമായി ദില്ലിയിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ശ്രീ വി മുരളീധരൻ രാജ്യസഭാംഗത്വം നഷ്ടമായതിനെ തുടർന്ന് കേരള അധ്യക്ഷ പദവി പിടിക്കാൻ ശ്രമിക്കുന്നു. എന്തെങ്കിലും ഒരു അടിസ്ഥാനം നിങ്ങൾ പറയുന്നതിലുണ്ട്? ഈ രീതിയിലുള്ള ചവറ് വാർത്തകളുമായിട്ടാണ് രാവിലെ തന്നെ നിങ്ങൾ വന്നിരിക്കുന്നത്. ഞങ്ങളുടെ പാർട്ടിയിൽ എന്താണ് ഒരു ചവറ് ഇതിന് ചവറ് വാർത്തകളുമായിട്ടാണ് നിങ്ങൾ 3 ദിവസമായിട്ട്. നിങ്ങൾ മഹാരാഷ്ട്രയിലെ, ഞാൻ പറയട്ടെ, മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് 15 സീറ്റാണ്. നിങ്ങൾ ഒരക്ഷരം ചർച്ച ചെയ്യുന്നില്ല. പറയട്ടെ സഹോദര, ചേലക്കരയിൽ കോൺഗ്രസ് തോറ്റമ്പി, നിങ്ങൾ ഒരക്ഷരം ചർച്ച ചെയ്യുന്നില്ല. നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയിരിക്കുന്നത്? നിങ്ങൾ ആരാണ് ഇവിടുത്തെ? നിങ്ങൾ വേറെ ജോലി. നിങ്ങൾ ഈ പറഞ്ഞ ഒരു കാര്യവും ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല. നിങ്ങൾ ചെവിയിൽ നുള്ളിക്കോ. നിങ്ങൾ നിരാശരായിട്ട് വീട്ടിൽ പോകേണ്ടി വരും. ബി.ജെ.പി. യോഗം കൊച്ചിയിൽ പുരോഗമിക്കുകയാണ്. കൃഷ്ണദാസ് പക്ഷത്തെ പ്രമുഖർ പങ്കെടുക്കുന്നില്ല. പി.കെ. കൃഷ്ണദാസ്, M.T. രമേശ്, A.N. രാധാകൃഷ്ണൻ എന്നിവരാണ് യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ഡാനി പോൾ ചേരുകയാണ്. ഡാനി, ഈ പാലക്കാട് തോൽവിയെ തുടർന്നുണ്ടായ പാർട്ടിയിലെ വിമർശനങ്ങൾ അത് സ്വാഭാവികമായും ഉണ്ടാകുമല്ലോ. പക്ഷേ നേതാക്കൾ പറയുന്നത് ഇന്നത്തേത് അതുമായി ബന്ധപ്പെട്ടുള്ള യോഗമല്ല, ഒരു ശില്പശാലയാണ്, അത് സംഘടനാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ളതാണെന്നാണ്. എങ്കിലും വിമർശനം സ്വാഭാവികമായും ഉണ്ടാകുമല്ലോ. അങ്ങനെ തന്നെയാണ് മഞ്ജുഷ. കാരണം ഇതിൽ വിളിച്ചിരിക്കുന്നത് സംഘടനാപരമായ കാര്യങ്ങൾ, പ്രത്യേകിച്ച് സംഘടനാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഡിസംബർ ജനുവരിയൊക്കെ ആകുമ്പോൾ സംഘടനാ തെരഞ്ഞെടുപ്പിൻ്റെ അതൊരു മൂർധന്യതയിലേക്ക് എല്ലാം തന്നെ എത്തും. അതിന് മുന്നോടിയായുള്ളൊരു ചർച്ച എന്നെല്ലാം തന്നെയാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നമുക്കറിയാം, ഈ പാലക്കാട് ഏറ്റ വലിയ തിരിച്ചടിയുണ്ട്. അതോടൊപ്പം തന്നെ ഉപതെരഞ്ഞെടുപ്പുകൾ മൊത്തത്തിൽ അവലോകനം ചെയ്യുമ്പോൾ കാര്യമായൊരു മുന്നേറ്റത്തിലേക്ക് പോകാനായിട്ട് സാധിച്ചിട്ടുള്ള BJPക്ക്. അപ്പോൾ അത്തരം കാര്യങ്ങൾ നിശ്ചയമായും തന്നെ ഇതിൽ ചർച്ച ചെയ്യപ്പെടും, അതിലൊരു സംശയവുമില്ല. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ വി മുരളീധരൻ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് തനിക്ക് പറയാനുള്ളത് ഈ യോഗത്തിൽ പറയുമെന്ന് പറഞ്ഞിരുന്നു. അത് തന്നെയാണ് ഈ യോഗത്തിൻ്റെ പ്രധാനമായ ഒരു ലക്ഷ്യം എന്ന് തന്നെ പറയുന്നത്. കാരണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധിയായ ചർച്ചകൾ നടക്കുന്നുണ്ട്. പ്രാദേശിക നേതൃത്വം, പാലക്കാട് പ്രാദേശിക നേതൃത്വം പോലും പരസ്യമായിട്ട് ഈ ഔദ്യോഗിക നേതൃത്വത്തെ വിമർശിക്കുന്ന രീതിയിൽ തന്നെ വന്നു. സ്ഥാനാർത്ഥിയെക്കുറിച്ച് ഒരു മതിപ്പില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് അവരൊരു വിമർശനം വന്നത്. അതിനെ വൈകാരിക തലമെന്നെല്ലാം പറഞ്ഞ് അതിനെ ലേബലൊട്ടിച്ചാൽ പോലും അതിൽ കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ അവർ പറയുന്നുണ്ട് എന്ന് തന്നെയാണ്. അപ്പോൾ അതെല്ലാം തന്നെ ഇന്ന് ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. കൂടുതൽ പ്രതികരണങ്ങൾ ഉണ്ടാകുന്നതിന് മുൻപ് സംസ്ഥാന നേതൃത്വം തന്നെ ഇടപെട്ടുകൊണ്ട് പരസ്യ പ്രതികരണങ്ങൾ പാടില്ല എന്ന് പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് തന്നെ കൃഷ്ണദാസ് പക്ഷത്തെ പ്രമുഖർ വിട്ടുനിൽക്കുകയാണല്ലോ അല്ലേ? ഇപ്പോൾ നേരത്തെ പറഞ്ഞ 3 പേരെ കൂടാതെ മറ്റേതെങ്കിലും പ്രമുഖർ വിട്ടുനിൽക്കുന്നതായി അറിവായിട്ടുണ്ടോ? പ്രധാനമായും വിട്ടുനിൽക്കുന്നവർ തന്നെയാണ് A.N. രാധാകൃഷ്ണനും അതോടൊപ്പം തന്നെ കൃഷ്ണദാസും ഒപ്പം തന്നെ M.T. രമേശും അടക്കമുള്ളവർ ഇതിൽ നിന്ന് മാറി നിൽക്കുന്നു. ഇതിൽ പറയുന്നത് അവർ അസൗകര്യങ്ങൾ അറിയിച്ചിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. ഈ സമയം വരെയും അവർ എത്തിയിട്ടില്ല എന്ന് തന്നെയാണ്. കാരണം നേരത്തെ പറഞ്ഞിരുന്നത് വൈകിയെങ്കിലും അവർ ഇതിലേക്ക് ചേരുമെന്നാണ്. പിന്നീടാണ് അതിൽ അസൗകര്യങ്ങൾ അറിയിക്കുന്നു എന്ന് പറയുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ അവരുടെ വ്യക്തമായ അതൃപ്തി തന്നെയാണ് ഇതിൽ പ്രകടമാകുന്നത്. ഇവർ കൂട്ടത്തോടെ മാറി നിൽക്കുന്നു എന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ അതിനകത്ത് പലരും തന്നെ വിവരങ്ങൾ നൽകിയത്. ബി.ജെ.പിയുടെ യോഗത്തിൽ പി.കെ. കൃഷ്ണദാസ്, M.T. രമേശ്, A.N. രാധാകൃഷ്ണൻ എന്നീ പ്രമുഖർ പങ്കെടുക്കുന്നില്ല. മറ്റൊരു വാർത്തയിലേക്ക്. പോലീസിന്റെ ജാഗ്രതാ മുന്നറിയിപ്പിനിടയിലും സംസ്ഥാനത്ത് വാട്സാപ്പ് ഹാക്കിംഗ് തട്ടിപ്പ് തുടരുകയാണ്. മെറ്റയ്ക്ക് പരാതി നൽകിയിട്ടും ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പലർക്കും വാട്സാപ്പ് തിരികെ കിട്ടിയിട്ടുമില്ല. ജാഗ്രത നൽകിയതിനപ്പുറം പോലീസും ഈ വിഷയത്തിൽ കൈമലർത്തുകയാണ് ഇപ്പോൾ. ഇതുവരെ പുറത്തുവന്ന സൈബർ തട്ടിപ്പുകളിൽ ഏറ്റവും ജാഗ്രത പുലർത്തേണ്ട ഒന്നാണ് വാട്സപ്പ് ഹാക്കിംഗ്. സ്വന്തം നമ്പറിലുള്ള അക്കൗണ്ടിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുന്നതോടെ പണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള തട്ടിപ്പിന് പുറമെ വ്യക്തിയുടെ സ്വകാര്യതയും നഷ്ടമാക്കും. സ്വന്തം പേരിലുള്ള വ്യാജൻ കോണ്ടാക്റ്റിലുള്ള മറ്റുള്ളവരെ തേടിയെത്തും. തട്ടിപ്പിന്റെ തുടക്കം എങ്ങനെയാണ്? പരിചിത നമ്പറിൽ നിന്നും 6 അക്ക ഡിജിറ്റൽ കോഡ് തേടി വാട്സപ്പ് സന്ദേശമെത്തും. പ്രതികരിക്കുന്നവരുടെ അക്കൗണ്ട് അതോടെ ഹാക്ക് ചെയ്യപ്പെടുന്നു. കോണ്ടാക്ട് നമ്പറുകളിലേക്ക് പണം ആവശ്യപ്പെട്ടുകൊണ്ട് സന്ദേശമെത്തും. ചിലപ്പോൾ നിയന്ത്രണം തിരികെ ലഭിക്കാൻ നമ്പറിന്റെ ഉടമയോടും ഹാക്കർമാർ പണം ആവശ്യപ്പെടും. പോലീസ് ജാഗ്രത നൽകിയിട്ടും തട്ടിപ്പിനിരയാകുന്നവരുടെ എണ്ണം പെരുകുകയാണ്. തട്ടിപ്പ് നടക്കുന്നതറിഞ്ഞ് ജാഗ്രത പുലർത്തിയവരും ഹാക്ക് ചെയ്യപ്പെട്ടു. ആ സമയത്ത് ഇതിലേക്ക് പെട്ടെന്നൊരു പോപ്പപ്പ് പോലെ ഒരു 6 ഡിജിറ്റ് നമ്പർ വരുന്നു. ഈ നമ്പർ ഞാൻ അപ്പോൾ പെട്ടെന്ന് ഓർക്കുന്നില്ല. ഈ നമ്പർ ഞാൻ സ്വൈപ്പ് ചെയ്തുകൊണ്ട് ഇത്
സ്ക്രീനിൽ നിന്ന് ഡിസപ്പിയർ ചെയ്യാൻ നോക്കുന്നു. ആ സമയത്ത് ഇതിൽ നിന്ന് ഇത് കോപ്പി പേസ്റ്റ് ആയതാണെന്ന് കരുതുന്നു. എൻ്റെ ഫോണിൽ മെസ്സേജ് പോയതായിരിക്കാം. ഈ പിൻ നമ്പർ എൻ്റെ ഫോണിൽ നിന്ന് വാട്സപ്പിലേക്ക് എൻ്റർ ആകുന്നു എന്ന് കരുതുന്നു. അങ്ങനെയാണ് ഇത് സംഭവിച്ചത്. ഒരു 6 ഡിജിറ്റ് നമ്പർ വന്നു. അതിന് തൊട്ട് പുറകെ നമ്മൾ സ്വാഭാവികം ചിലപ്പോൾ വാട്സപ്പ് നമ്മൾ ഇത്തരത്തിൽ ആപ്ലിക്കേഷനുകൾ നമ്മൾ ഫോണിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ വെരിഫിക്കേഷൻ വരുന്ന കോള്, അത്തരത്തിലൊരു കോള് വന്നിരുന്നു. ആ കോൾ ഞാൻ ഡിലേ ചെയ്യുകയാണ് ചെയ്തത്. പക്ഷേ അതിനിടയ്ക്ക് ഈ വാട്സപ്പ് ഹാക്ക് ചെയ്യപ്പെട്ടിരുന്നു. ഹാക്ക് ചെയ്യപ്പെട്ട് പല ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അക്കൗണ്ട് നിയന്ത്രണം തിരികെ ലഭിച്ചിട്ടില്ല. വാട്സപ്പ് ഉടമസ്ഥരായ മെറ്റയ്ക്ക് പരാതി നൽകുക മാത്രമാണ് ഏക വഴി. പക്ഷേ ഇത് പലപ്പോഴും ഫലം കാണുന്നില്ല. എവിടെയാണോ ഈ തട്ടിപ്പ് വരുന്നത് ആ സംസ്ഥാനത്തിന് വെളിയിലുള്ള മറ്റൊരു സംസ്ഥാനത്ത് നിന്നാണ് കൂടുതലും ഇത്തരത്തിലുള്ള മെസ്സേജുകളും കോളുകളും വരുന്നത്. അവര് പലപ്പോഴും നമ്മളുടെ ഒരു അന്വേഷണ സംഘം ആ സംസ്ഥാനത്ത് എത്താൻ എടുക്കുന്ന ഒരു കാലതാമസം ഉണ്ടാവും. ആ സമയം കൊണ്ട് ഇവര് അവരുടെ പൈസ രക്ഷപ്പെടുത്തുന്ന ഒരു രീതിയിലാണ് വരുന്നത്. അതുകൊണ്ട് നമുക്കിത് അവരിലേക്ക് എത്താൻ പറ്റും. കാരണം അതിനൊരു സഹായം വേണ്ടത് മെറ്റയുടെ, അതായത് ഇവരുടെ പ്രൊവൈഡേഴ്സിന്റെ സപ്പോർട്ട് വേണം. കാരണം ഇതിന്റെ ഏത് നമ്പറിൽ നിന്നാണ്, ഏത് IP ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്, അവർ ആ സമയത്ത് ഉപയോഗിച്ചിരുന്ന മൊബൈൽ നമ്പർ ഏതാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നൽകേണ്ടത് മെറ്റയാണ്. അപ്പൊ അവർക്ക് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അതിൽ നിന്നും കിട്ടുന്ന മറുപടിക്കുള്ള കാലതാമസം വരുമ്പോഴത്തേക്കും സാധാരണ ഇമ്മീഡിയറ്റ് ആയിട്ട് ചില ആളുകൾക്കെങ്കിലും പൈസ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഹാക്കർമാരുടെ ചതിയിൽ വീണ് പണം നഷ്ടപ്പെട്ടവരും നിരവധിയാണ്. പക്ഷേ ഇക്കാര്യത്തിൽ ബാങ്കുകളും കൈമലർത്തുന്നു. തട്ടിപ്പ് തിരിച്ചറിഞ്ഞ് കൂടുതൽ ജാഗ്രത പുലർത്തുക മാത്രമാണ് ഏക പോംവഴി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. മറ്റൊരു വാർത്തയിലേക്ക്. സീ പ്ലെയിൻ പുന്നമടക്കായലിൽ ഇറക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾ പരിഹരിക്കുന്നതിനായി മറ്റ് ചില നിർദ്ദേശങ്ങളും സർക്കാർ നിയോഗിച്ച ശാസ്ത്രജ്ഞന്മാർ അടങ്ങുന്ന 6 അംഗ സമിതി കണ്ടെത്തി. അതിൽ പ്രധാനം പദ്ധതി കായലിൽ നിന്ന് മാറ്റി മറ്റ് ചില ഇടങ്ങൾ കൂടി പരിഗണിക്കാം എന്നതാണ്. അത്തരത്തിൽ അനുയോജ്യമായ ഒരിടമാണ് പുറക്കാട് പഞ്ചായത്തിലെ 600 ഏക്കർ വരുന്ന ഗാന്ധിവനം എന്ന സ്മൃതിവനം. പദ്ധതി കിട്ടിയാൽ സന്തോഷത്തോടെ ഏറ്റെടുക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് സുദർശനൻ ന്യൂസ് 18നോട് പറഞ്ഞു. പുറക്കാട് പഞ്ചായത്തിൽ ദേശീയപാതയോട് ചേർന്നുള്ള 642 ഏക്കർ പാടശേഖരമാണ് ഗാന്ധി സ്മൃതിവനം എന്നറിയപ്പെടുന്ന പഴയ മണക്കൽ പാടശേഖരം. ഒരു കാലത്ത് പുറക്കാടിന്റെ പ്രധാന നെല്ലറയായിരുന്ന ഈ പാടശേഖരം കെ കരുണാകരൻ മുഖ്യമന്ത്രിയായിരിക്കെ വനമില്ലാത്ത ജില്ലകളിൽ വനവൽക്കരണം നടത്തുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയുടെ ഭാഗമായി തിരഞ്ഞെടുക്കുകയായിരുന്നു. എന്നാൽ ഇടത് പ്രതിഷേധത്തെ തുടർന്ന് മരങ്ങൾ വെച്ചുപിടിപ്പിക്കലടക്കമുള്ള തുടർ പരിപാടികൾ അന്ന് നടത്താനായില്ല. കാടുപിടിച്ച് പോളകൾ നിറഞ്ഞ ഈ പ്രദേശം പാമ്പുകളുടെ പ്രധാന താവളമാണിപ്പോൾ. 2007 VS മുഖ്യമന്ത്രിയായിരിക്കെ IT പാർക്കിനായി 200 ഏക്കർ ഏറ്റെടുക്കാൻ സർക്കാർ തീരുമാനിക്കുന്നു. 8 ഏക്കർ ചിറകെട്ടി ഉയർത്തിയതോടെ കേന്ദ്ര പരിസ്ഥിതി വകുപ്പ് ഇടപെട്ട് പരിസ്ഥിതി ലോല പ്രദേശമെന്ന് പറഞ്ഞു തടഞ്ഞു. ഇതോടെ വർഷങ്ങളായി ഈ പ്രദേശം ഇങ്ങനെയാണ്. ദേശീയപാത, കടൽ, ദേശീയ ജലപാത എല്ലാം 200 മീറ്റർ അകലത്തിൽ സ്മൃതിവനത്തിന് ചുറ്റുമുണ്ട്. വിനോദസഞ്ചാരത്തിന് ഏറ്റവും മനോഹരമായ ഭൂപ്രകൃതി. സ്മൃതിവനത്തിലെ ജലാശയങ്ങൾ ആഴം കൂട്ടൽ പ്രക്രിയ നടപ്പിലാക്കി വാട്ടർ ഡോമും ടെർമിനലും സ്ഥാപിച്ചാൽ മറ്റാർക്കും ദോഷകരമല്ലാത്ത വിധത്തിൽ പദ്ധതി നടപ്പിലാക്കാനാകുമെന്ന് പഠനം നടത്തിയ ഡോക്ടർ KG പത്മകുമാർ പറയുന്നു. സീപ്ലെയിൻ പ്രൊജക്ടിനെ 2 കൈയും നീട്ടി സ്വീകരിക്കുമെന്ന് പുറക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് സുദർശനൻ ന്യൂസ് 18നോട് പറഞ്ഞു. ഏത് പദ്ധതി വന്നാലും ഞങ്ങൾ അതിന് 2 കൈയും നീട്ടി സ്വീകരിക്കും. അതിനാവശ്യമായ എല്ലാ പിന്തുണയും കൊടുക്കും. സീപ്ലെയിനോ അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറ്റു കാര്യങ്ങളോ ഒക്കെ തന്നെ ഇതൊക്കെ തന്നെ വികസനത്തിന്റെ ഭാഗമാണല്ലോ. സ്മൃതിവനത്തിൽ ഉൾപ്പെടുന്ന പ്രദേശം ഏറ്റെടുത്താൽ തന്നെ മത്സ്യത്തൊഴിലാളികളെ പുനരധിവസിപ്പിക്കുന്നത് അടക്കമുള്ള പ്രതിസന്ധികളിൽ നിന്ന് സർക്കാരിന് കരകയറാനാകും. പരിസ്ഥിതി ലോല പ്രദേശമാണെങ്കിലും സീപ്ലെയിന് പാരിസ്ഥിതിക പ്രശ്നമില്ല എന്നതും ഗുണകരമാകും. പുറക്കാട് പഞ്ചായത്താകട്ടെ ടൂറിസം പദ്ധതികൾ ഇവിടെ നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി തവണയാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കത്തെഴുതിയത്. ദേശീയപാത, ദേശീയ ജലപാത, കടൽ ഇത് ഇത്രയും ചേർന്ന ഒരു പ്രദേശം വേറെ എങ്ങുമില്ല. വളരെ വലിയ തരത്തിലേക്ക് ഞങ്ങൾ വലിയ വികസന പ്രവർത്തനങ്ങൾ അതിലൂടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ നാടിനും നാട്ടുകാർക്കൊക്കെ ഗുണമുണ്ടാകും. ടൂറിസത്തിന് അനന്ത സാധ്യതയുള്ള ഇടമാണത്. പ്രതിഷേധിക്കുന്നവർക്ക് മുന്നിൽ മറുപടി നൽകാൻ സർക്കാരിന് തന്നെ കൃത്യമായ ഉത്തരങ്ങളുണ്ട്. ആ മറുപടിക്ക് തീർച്ചയായും ബലം നൽകുന്നതാണ് സീപ്ലെയിൻ പഠന റിപ്പോർട്ട്. പദ്ധതി വേണ്ട എന്ന് പറയുന്നവരെ മാത്രമല്ല സർക്കാർ പരിഗണിക്കേണ്ടത്, മറിച്ച് 2 കൈയും നീട്ടി പദ്ധതിക്കായി കാത്തിരിക്കുന്നവരെയും സർക്കാർ കൺതുറന്ന് കാണണം. ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18, ആലപ്പുഴ.
ഉപതെരഞ്ഞെടുപ്പ് ദിവസത്തിലെ ആത്മകഥാ വിവാദത്തിൽ തനിക്കെതിരെ ആസൂത്രിത ഗൂഢാലോചന നടന്നെന്ന് ആവർത്തിക്കുകയാണ് EP ജയരാജൻ. പാർട്ടിക്ക് അകത്തും പുറത്തും ദുർബലപ്പെടുത്തുകയാണ് ലക്ഷ്യം. വ്യക്തമായ സൂചന കിട്ടിയാൽ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ ആരാണെന്ന് പുറത്തു പറയുമെന്നും EP ജയരാജൻ ഇന്ന് പ്രതികരിച്ചു. പ്രസാധകർ പാലിക്കേണ്ട മര്യാദ DC ബുക്സ് പാലിച്ചില്ലെന്ന് വിമർശിച്ച EP ഒരു വരി പോലും പ്രസിദ്ധീകരണത്തിനായി ആർക്കും നൽകിയിട്ടില്ലെന്നും ആവർത്തിച്ചു പറയുകയാണ്. തികച്ചും ഇതൊരു ആസൂത്രിതമാണ്. ടൈംസ് ഓഫ് ഇന്ത്യയെ മുന്നിൽ നിർത്തി മറ്റ് പത്രങ്ങളിൽ വാർത്ത കൊടുപ്പിച്ച് മറ്റ് മാധ്യമങ്ങളുടെ ലീഗൽ പ്രൊട്ടക്ഷൻ ഉറപ്പുവരുത്തിച്ചിട്ട് നടത്തിയിട്ടുള്ള ആസൂത്രിതമായൊരു പദ്ധതിയാണ്. എനിക്ക് ലഭ്യമാക്കാൻ കഴിയാവുന്നിടത്തോളമുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഈ ഗൂഢാലോചനയുടെ കോൺസ്പിറസിയുടെ കേന്ദ്രബിന്ദു, ഈ കോൺസ്പിറസി എവിടുന്ന് വന്നു, എന്താണ് അതിൻ്റെ കാര്യങ്ങൾ എൻ്റെ അറിവ് വെച്ചുകൊണ്ടും എനിക്ക് ബന്ധപ്പെടാൻ പറ്റുന്നവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. DGPക്ക് ഞാൻ പരാതി എഴുതി തയ്യാറാക്കി തിരുവനന്തപുരത്ത് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ അഡ്വക്കേറ്റ് വിഷൻ മുഖാന്തരം ഒരു നിയമവശം ലീഗൽ നോട്ടീസ് DC ബുക്സിന് അയച്ചിട്ടുണ്ട്. സാധാരണ പുസ്തക പ്രസാധകന്മാർ ഉയർന്ന നിലവാരം പുലർത്താറുണ്ട്. ഇതെല്ലാം ഇവിടെ ദുർബലപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. എനിക്ക് സംശയത്തിൻ്റെ നിഴലിൽ നിർത്തിക്കൊണ്ട് ഒരു കാര്യവും പറയാൻ പറ്റില്ല. ഇതിൻ്റെ ഉറവിടം കണ്ടെത്താൻ നടപടികൾ സ്വീകരിക്കാൻ ഇതൊരു ഗൂഢാലോചനയാണ്, ആസൂത്രിതമായ ഗൂഢാലോചനയാണ്. നടപടിക്രമങ്ങൾ പാലിച്ചാണ് പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കാറുള്ളത് എന്ന DC ബുക്സിന്റെ പ്രസ്താവനയ്ക്കാണ് ഇപ്പോൾ EP ജയരാജൻ മറുപടി നൽകിയിരിക്കുന്നത്. +2 കോഴക്കേസിൽ സർക്കാരിനും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനും തിരിച്ചടി. മുൻ MLAയും മുസ്ലിം ലീഗ് നേതാവുമായ KM ഷാജിക്കെതിരായ അപ്പീൽ സുപ്രീം കോടതി തള്ളി. കേസ് റദ്ദാക്കിയ ഹൈക്കോടതി വിധിക്കെതിരെയാണ് സർക്കാരും EDയും സുപ്രീം കോടതിയെ സമീപിച്ചത്. ഹൈക്കോടതി വിധിയിൽ ഇടപെടേണ്ട സാഹചര്യം ഇപ്പോൾ ഇല്ലെന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയത്. വാക്കാലുള്ള പരാമർശങ്ങളല്ല, തെളിവുകളാണ് വേണ്ടതെന്നും കോടതി പറയുകയുണ്ടായി. ഹൈക്കോടതി വിധി റദ്ദാക്കണമെന്ന സംസ്ഥാന സർക്കാരിന്റെ ഹർജിയിൽ നിരവധി പിഴവുകളുണ്ടെന്നും ചൂണ്ടിക്കാട്ടിയായിരുന്നു ഇപ്പോൾ അപ്പീൽ സുപ്രീം കോടതി റദ്ദ് ചെയ്തത്. അഴീക്കോട് സ്കൂളിൽ +2 ബാച്ച് അനുവദിക്കാൻ KM ഷാജി 25 ലക്ഷം രൂപ കോഴ കൈപ്പറ്റിയെന്നായിരുന്നു കേസ്. സർക്കാരിനൊപ്പം EDയും സുപ്രീം കോടതിയെ സമീപിച്ചു എന്ന പ്രത്യേകതയും ഈ കേസിനുണ്ട്. ഈ അപ്പീലാണ് ഇപ്പോൾ സുപ്രീം കോടതി റദ്ദാക്കിയിരിക്കുന്നത്. ഇത് EDക്കും ഒപ്പം സംസ്ഥാന സർക്കാരിനും തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയത് പോലീസാണെന്ന് തിരുവമ്പാടി ദേവസ്വം. ഹൈക്കോടതിയിലാണ് ഇക്കാര്യം തിരുവമ്പാടി ദേവസ്വം അറിയിച്ചത്. എഴുന്നള്ളിപ്പ് ഘോഷയാത്ര പോലീസ് തടസ്സപ്പെടുത്തിയെന്ന് തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി ഗിരീഷ് കുമാർ സത്യവാങ്മൂലത്തിൽ പറയുന്നുണ്ട്. അനാവശ്യമായ പോലീസ് ഇടപെടൽ കാരണം മഠത്തിൽ വരവ് ലളിതമായ ആചാരമായി ചുരുക്കിയെന്നും ദേവസ്വം അറിയിച്ചിട്ടുണ്ട്. തിരുവമ്പാടി ദേവസ്വത്തിന്റെ ചില നടപടികൾ സംശയമുണ്ടാക്കുന്നതായി കൊച്ചിൻ ദേവസ്വം ബോർഡ് കഴിഞ്ഞയാഴ്ച ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് സത്യവാങ്മൂലം. മഹാരാഷ്ട്ര നിയമസഭയുടെ കാലാവധി ഇന്ന് അവസാനിക്കാനിരിക്കെ മുഖ്യമന്ത്രി ആരാണ് എന്ന കാര്യത്തിൽ ഇതുവരെ തീരുമാനം ആയിട്ടില്ല. തീരുമാനം പ്രഖ്യാപിക്കുവാൻ മഹായുതി സഖ്യത്തിന് കഴിയുന്നില്ല. നിലവിലെ മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ ഗവർണറെ കണ്ട് രാജി നൽകുകയുണ്ടായി. കൂടുതൽ വിവരങ്ങളുമായി ER രാഗേഷ് ചേരുകയാണ്. രാഗേഷ്, പക്ഷേ എന്തായാലും BJPയുടെ ദേവേന്ദ്ര ഫഡ്നാവിസ് മുഖ്യമന്ത്രിയാകും എന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ. പക്ഷേ എന്തുകൊണ്ടാണ് തീരുമാനം പ്രഖ്യാപിക്കാൻ കഴിയാതെ വരുന്നത്? മഞ്ജുഷ, ദേവേന്ദ്ര ഫഡ്നവിസ് തന്നെ മുഖ്യമന്ത്രിയായേക്കുമെന്ന സൂചന തന്നെയാണ് പുറത്തു വരുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം BJPക്ക് പുറമെ RSSന്റെ പിന്തുണ കൂടി ദേവേന്ദ്ര ഫഡ്നവിസിനുണ്ട്. ഒപ്പം അജിത് പവാർ പക്ഷവും ദേവേന്ദ്ര ഫഡ്നവിസ് മുഖ്യമന്ത്രിയാകണം എന്നൊരു നിലപാട് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇത് ഏതായാലും ഫഡ്നവിസിന് അനുകൂലമാണ്. ഏതായാലും 2-3 ദിവസത്തിനകം തന്നെ ഈ തീരുമാനം ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ BJP വൃത്തങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. കേന്ദ്ര നിരീക്ഷകർ മഹാരാഷ്ട്രയിലെത്തും. അതിനുശേഷമായിരിക്കും അന്തിമ പ്രഖ്യാപനം എന്നാണ് ഇപ്പോൾ നേതാക്കൾ അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും നിയമസഭയുടെ കാലാവധി ഇന്ന് അവസാനിക്കുകയാണ്. സാധാരണഗതിയിൽ കാലാവധി അവസാനിച്ചു കഴിഞ്ഞാൽ രാഷ്ട്രപതി ഭരണത്തിലേക്ക് പോകേണ്ടതുണ്ട് എന്നാണ് ഭരണഘടനാ വിദഗ്ധർ പറയുന്നത്. പക്ഷേ മഹാരാഷ്ട്രയുടെ തന്നെ മുൻ അനുഭവത്തിൽ ഇതാദ്യമായല്ല. 2004-ലും 2019-ലും ഒക്കെ കാലാവധി കഴിഞ്ഞ ശേഷമാണ് അവിടെ സത്യപ്രതിജ്ഞ നടക്കുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും BJP വൃത്തങ്ങൾ ഇപ്പോഴും ആവർത്തിക്കുന്നത് ഡിസംബർ 1-ന് മുൻപായി സത്യപ്രതിജ്ഞ എന്നാണ് അവർ വ്യക്തമാക്കുന്നത്. ഏതായാലും കേന്ദ്ര നിരീക്ഷകർ സംസ്ഥാനത്തെത്തും. അതിനുശേഷമായിരിക്കും അന്തിമ തീരുമാനം. പക്ഷേ ഈ ഘട്ടത്തിൽ പോലും ഏക്നാഥ് ഷിൻഡെയെ മുഖ്യമന്ത്രിയാക്കണമെന്ന ആവശ്യം ശിവസേന മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മറാത്ത വിഭാഗത്തോളം നേതാവാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ മുഖ്യമന്ത്രി പദം നൽകണം, പകുതി ടൈമെങ്കിലും നൽകണം എന്നൊരു ആവശ്യം ഈ ഘട്ടത്തിലും ശിവസേന മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. മഞ്ജുഷ്, ശരി, മഹായുതി സഖ്യം വലിയ ഭൂരിപക്ഷം നേടിയെങ്കിലും മുഖ്യമന്ത്രി ആര് എന്ന് പ്രഖ്യാപിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല.
ഭരണഘടന അംഗീകരിച്ചതിന്റെ 75-ാം വാർഷികം വിപുലമായി ആചരിക്കുകയാണ് രാജ്യം. ഭരണഘടന രാജ്യത്തിന്റെ നെടും തൂണാണെന്ന് പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് രാഷ്ട്രപതി ദ്രൗപദി മുർമു പറഞ്ഞു. 75-ാം വാർഷികാഘോഷ ദിനത്തിൽ 75 രൂപയുടെ നാണയവും പുറത്തിറക്കി. ഒരു വർഷം നീളുന്ന ആഘോഷങ്ങൾക്കും തുടക്കമായി. सभासदों, महामहिम राष्ट्रपति जी, ഭരണഘടനാ നിർമ്മാണത്തിന്റെ മഹത്തായ സംവാദങ്ങൾക്ക് വേദിയായ പഴയ പാർലമെന്റ് മന്ദിരത്തിലെ സെൻട്രൽ ഹാളിൽ തന്നെയായിരുന്നു 75-ാം വാർഷിക ദിനാചരണം. സെൻട്രൽ ഹാളിൽ 11 മണിക്ക് രാഷ്ട്രപതി എത്തിയതോടെ വാർഷികാഘോഷങ്ങൾക്ക് തുടക്കമായി. രാജ്യം നടത്തിയ മുന്നേറ്റങ്ങൾക്ക് മുഖ്യ പങ്കുവഹിച്ച ഭരണഘടന ജനാധിപത്യത്തിന്റെ അടിസ്ഥാന ശിലയാണെന്നും സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് രാഷ്ട്രപതി പറഞ്ഞു. ഭരണഘടനയുടെ ആമുഖം അംഗങ്ങൾക്ക് രാഷ്ട്രപതി ചൊല്ലിക്കൊടുത്തു. भारत को एक संपूर्ण प्रभुत्व संपन्न समाजवादी पंथ निरीक्षण लोकतांत्रिक गणराज्य बनाने के लिए तथा उसके समस्त नागरिकों को सामाजिक, आर्थिक और राजनैतिक न्याय, विचार, अभिव्यक्ति, विश्वास, धर्म और उपासना की स्वतंत्रता. ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ അടിയന്തരാവസ്ഥ പരാമർശിച്ചപ്പോൾ ഭരണഘടന സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളെയും ഒന്നിപ്പിക്കുന്നതായി സ്പീക്കർ ഓം ബിർള. पूरी गरिमा और मर्यादा से अपनी सहमति असहमति व्यक्त करते हुए संविधान की रचना की. The June 25 is now set to be celebrated every year, reminding us of the emergency, the darkest period when fundamental rights of citizens were suspended. 75-ാം വാർഷികത്തിൽ 75 രൂപയുടെ നാണയം പുറത്തിറക്കി. ഭരണഘടനയുടെ സംസ്കൃതം പതിപ്പും പ്രത്യേക തപാൽ സ്റ്റാമ്പും പ്രകാശനം ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖർഗെ തുടങ്ങിയവർ പങ്കെടുത്തു. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. ഇനി ശബരിമല വാർത്തകൾ. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മിൽമ ഗീ. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. ശബരിമല സന്നിധാനത്ത് വലിയ ഭക്തജന തിരക്കാണ് ഇന്നും. ഉച്ചവരെ 44,103 തീർത്ഥാടകരാണ് എത്തിയത്. ഈ സീസണിൽ ആകെ എത്തിയ തീർത്ഥാടകരുടെ എണ്ണം 8 ലക്ഷമാവുകയാണ്. മുൻ വർഷത്തെ അപേക്ഷിച്ച് വലിയ വർധനവാണ് തീർത്ഥാടകരുടെ എണ്ണത്തിൽ ഉണ്ടായിട്ടുള്ളത്. തീർത്ഥാടനം 12 ദിവസം പിന്നിടുന്ന 12 വിളക്ക് നാളെയാണ്. 12 വിളക്കോടെ കൂടുതൽ തീർത്ഥാടകർ സന്നിധാനത്തേക്ക് എത്തുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ശബരിമലയിൽ ഭക്തരിൽ നിന്ന് അമിത വില ഈടാക്കുന്ന കടകൾക്കെതിരെ കർശന നടപടി വേണമെന്ന് ഹൈക്കോടതി. ശബരിമല തീർത്ഥാടനത്തിന് ക്രമീകരണങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഹർജികൾ പരിഗണിക്കുമ്പോഴാണ് ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റെ ഈ നിർദ്ദേശം. നിലയ്ക്കൽ, പമ്പ, സന്നിധാനം എന്നിവിടങ്ങളിലെ ഡ്യൂട്ടി മജിസ്ട്രേറ്റുകൾക്കാണ് ഈ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നിശ്ചിത ഇടവേളകളിൽ കടകളിൽ പരിശോധന നടത്തണം. ശബരിമല ക്ഷേത്ര തിരുമുറ്റത്തും സോപാനത്തിലുമുള്ള മൊബൈൽ വീഡിയോ ചിത്രീകരണത്തിൽ എക്സിക്യൂട്ടീവ് ഓഫീസറോട് ഹൈക്കോടതി റിപ്പോർട്ടും തേടിയിട്ടുണ്ട്. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിച്ചത് മിൽമ ഗീ. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിലെ പരാതിക്കാരിക്ക് വീണ്ടും ഭർത്താവിന്റെ മർദ്ദനമെന്ന് പരാതി. ഹൈക്കോടതി റദ്ദാക്കിയ പന്തീരാങ്കാവ് കേസിൽ ഉൾപ്പെട്ട യുവതിക്കാണ് വീണ്ടും മർദ്ദനമേറ്റത്. സംഭവത്തിൽ യുവതിയുടെ പരാതിയിൽ പന്തീരാങ്കാവ് പോലീസ് ഭർത്താവ് രാഹുലിനെതിരെ നരഹത്യാശ്രമം അടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തി അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മീൻകറിക്ക് പുളിയും ഉപ്പും ഇല്ലെന്ന് പറഞ്ഞ് രാഹുൽ മർദ്ദിച്ചതായാണ് പരാതി. ഇന്നലെ രാത്രിയാണ് യുവതിയെ കണ്ണിലും മുഖത്തും പരുക്കേറ്റ നിലയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. തുടർന്ന് പോലീസ് എത്തി മൊഴിയെടുക്കാൻ ശ്രമിച്ചെങ്കിലും പരാതിയില്ലെന്ന് യുവതി രേഖാമൂലം എഴുതി നൽകി. സ്വന്തം നാടായ എറണാകുളത്തേക്ക് മടങ്ങിപ്പോകണമെന്നാണ് യുവതി പോലീസിനോട് ആവശ്യപ്പെട്ടത്. തുടർന്ന് മാതാപിതാക്കൾ എത്തിയതോടെ യുവതി പന്തീരങ്കാവ് പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകി. മീൻകറിയിൽ ഉപ്പും പുളിയും ഇല്ലെന്ന് പറഞ്ഞാണ് ഭർത്താവ് തന്നെ മർദ്ദിച്ചതെന്ന് യുവതി മൊഴി നൽകി.
കഴിഞ്ഞ 1.5 മാസത്തിനിടയിൽ നിരവധി തവണ മകളെ രാഹുൽ മർദ്ദിക്കാറുണ്ടായിരുന്നുവെന്നും യുവതിയുടെ മാതാപിതാക്കൾ പറഞ്ഞു. അമ്മയെ ഫോണിൽ ബന്ധപ്പെടാൻ പോലും രാഹുൽ അനുവദിച്ചിരുന്നില്ലെന്നും കുടുംബം ആരോപിക്കുന്നു. മദ്യപിച്ച് പൊതുസ്ഥലത്ത് ബഹളമുണ്ടാക്കിയതിന് പോലീസ് രാഹുലിനെ കസ്റ്റഡിയിലെടുത്തിരുന്നു. പിന്നീട് യുവതിയുടെ പരാതിയിൽ കേസെടുത്തതോടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. ഭർതൃപീഡനം, നരഹത്യാശ്രമം തുടങ്ങിയ വകുപ്പുകളാണ് രാഹുലിനെതിരെ ചുമത്തിയിട്ടുള്ളത്. ന്യൂസ് 18 കോഴിക്കോട്. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽപ്പെട്ടവരെക്കുറിച്ചുള്ള ഒരു വാർത്തയാണ് അടുത്തത്. ചൂരൽ മലയടിവാരത്ത് കാപ്പിത്തോട്ടത്തിന് നടുവിൽ ഒരു കൊച്ചു വീടുണ്ടായിരുന്നു അണ്ണയ്യന്. സർവ്വതും തകർത്തെറിഞ്ഞ ഉരുൾജലം കൊണ്ടുവന്ന കൂറ്റൻ മരങ്ങൾ ഇദ്ദേഹത്തിന്റെ വീടും അതിനേക്കാൾ പ്രിയപ്പെട്ട കാപ്പിത്തോട്ടത്തെയും തുടച്ചു നീക്കുകയായിരുന്നു. സർക്കാരിന്റെ കനവ് കാത്തിരിക്കുന്ന ചൂരൽമലയിലെ പലരിൽ ഒരാളാണ് അണ്ണയ്യൻ. സ്ഥലമാണ് എൻ്റെ 2 ഏക്കർ തോട്ടാണ് ഈ കാണുന്നത്. ആ വേര് പൊന്തി നിൽക്കുന്നിടത്താണ് എൻ്റെ വീടുള്ളത്. ആ വീടും ഈ 2 ഏക്കർ സ്ഥലവും പരിപൂർണമായി നഷ്ടപ്പെട്ടു പോയി. എൻ്റെ വീട് ഈ അടുത്ത ഈ 5 വീടും വെള്ളത്തിൻ്റെ അത്താണ്. വീടൊന്നും ഇനി ഉപയോഗിക്കാൻ പറ്റും, ഒക്കെ വെള്ളത്തിൻ്റെ അത്താണ് ഈ പ്രദേശത്ത്. ഇത് നല്ലൊരു തോട്ടായിരുന്നു. എൻ്റെ ജീവിതകാലത്ത് ഞാൻ കൃഷി ചെയ്ത് നല്ല വരുമാനം കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. നവംബറിലെ സൂര്യൻ തലയ്ക്കു മുകളിൽ പൊള്ളിക്കുമ്പോഴും അണ്ണയ്യൻ എന്ന 65-കാരൻ അതറിയുന്നില്ല. കാരണം ഇവിടെ നിൽക്കുമ്പോൾ സൂര്യന്റെ ചൂടിനേക്കാൾ പൊള്ളുന്നുണ്ട് ആ ഉള്ള്. ആയുസ്സിന്റെ അധ്വാനമായിരുന്നു, സമ്പാദ്യമായിരുന്നു കാപ്പിയും കമുകും മുളകും നിറഞ്ഞ ആ 2 ഏക്കർ തോട്ടം. ഈ 2 ഏക്കർ തോട്ടം എന്ന് പറഞ്ഞ സാറേ, എസ്റ്റേറ്റിൽ ജോലി ചെയ്ത് വന്നിട്ട് 40 വർഷം എസ്റ്റേറ്റിൽ ജോലി ചെയ്തു സൂപ്പർവൈസറായിട്ട്. അതിൽ നിന്ന് ഉണ്ടാക്കിയ വരുമാനമാണ് ഒറ്റ രാത്രി കൊണ്ട് മൊത്തം ഇവിടുന്ന് പോയത്. എന്നുവെച്ചാൽ കാപ്പിത്തോട്ടമായിരുന്നു. ഏക്കറയ്ക്ക് 45 ചാക്ക് കാപ്പി കിട്ടും. അതിന് പുറമെ അടക്ക കിട്ടും, കുരുമുളക് കിട്ടും. ഇതെല്ലാം കംപ്ലീറ്റ് ഇവിടുന്ന് പോയി. ഇപ്പം ജീവിക്കാൻ മാർഗമില്ലാത്ത സ്ഥിതിയിലാണ് ഞങ്ങൾക്കുള്ളത്. ഗവൺമെൻറ് ഇതെന്തെങ്കിലും ഒരു ലെവലിൽ ഇതൊരു മാറ്റി തരികയാണെങ്കിൽ എനിക്കിതിൽ വീണ്ടും കൃഷി ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട്. അതുപോലെ എൻ്റെ ഈ പരിസരത്തുള്ളവരെല്ലാം ഒന്നും ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയിലാണ് ഉള്ളത്. ഈ നാട്ടിലെ ഏറ്റവും മികച്ച കാപ്പിത്തോട്ടങ്ങളിലൊന്നായിരുന്നു അണ്ണയ്യന്റേത്. കാട്ടിൽ നിന്ന് ഒഴുകി വന്നെത്തിയ കൂറ്റൻ മരത്തടികൾക്കിടയിൽ എവിടെയോ അതിർത്തി പോലും കണ്ടെത്താനാകാതെ കിടക്കുകയാണ് അണ്ണയ്യന്റെ സ്വപ്നഭൂമി. അതിർത്തി എവിടെയാണെന്നുള്ളത് അറിയാത്ത സ്ഥിതിയിലാണ് ഉള്ളത്. അതേപോലെ എൻ്റെ അയൽവാസിക്ക് 1 ഏക്കർ തോട്ടം പോയി. അതിൻ്റെ അടുത്ത രാജേന്ദ്രൻ എന്ന് പറഞ്ഞ ആൾക്ക് 80 സെന്റ് സ്ഥലം പോയി. അതേപോലെ ജയപ്രകാശിൻ്റെ അച്ഛനും അമ്മേൻ്റെ ഒരു 80 സെന്റ് സ്ഥലം, സത്യൻ്റെ 70 സെന്റ് സ്ഥലം കൂടുതലുള്ള ഒരു വ്യക്തിയിലായിരുന്നു ഞങ്ങളിവിടെ. അതിൽ അവരെല്ലാം കൃഷി ചെയ്തിട്ടാണ് മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നത്. ഇനിയൊരിക്കലും പഴയതുപോലെ ഒരു കാപ്പിത്തോട്ടം ഇവിടെ തീർക്കാനാകില്ലെന്ന് ഇദ്ദേഹത്തിനറിയാം. എല്ലാം നഷ്ടമായവരുടെ വേദന സർക്കാർ കാണാതെ പോകരുത് എന്നു മാത്രമാണ് ഇപ്പോൾ ഈ മനുഷ്യന്റെ അഭ്യർത്ഥന. സർക്കാർ ഒന്നും ഇതിനെപ്പറ്റി ഒരു തീരുമാനവും എടുത്തിട്ടില്ല. ഞങ്ങളിപ്പോൾ പുറത്ത് താമസിക്കുന്നവരുടെ സ്ഥിതി എന്താന്ന് പോലും സർക്കാർ അറിയുന്നില്ല. പിന്നെ ഒരു കിറ്റ് കൊടുക്കുന്ന സംവിധാനം മേപ്പാടിയിൽ വെച്ചിട്ട് ഈ കിറ്റ് ഇവിടെ ഉള്ളവർക്ക് കൊടുക്കുമ്പോൾ സാറേ, ഈ ചൂരമല ഭാഗത്ത് ഈ 4 വാർഡിലും ഈ വാർഡ് കൊടുക്കാനുള്ള സംവിധാനം ചെയ്യണം. ഗവൺമെൻറ് ഒരു തീരുമാനം വീടിൻ്റെ തന്നെ പുനരധിവാസത്തിനെ പറ്റി ഇതുവരെ ഒരു തീരുമാനം ആയിട്ടില്ല. സ്ഥലം എടുപ്പെന്ന് പറയുമ്പോൾ അത് കേസിലാണെന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. ഗവൺമെൻറ്റിക്ക് ഒരു തീരുമാനം എത്തിയിട്ടില്ല. കേന്ദ്ര ഗവൺമെൻറ് ആയാലും ശരി, കേരള ഗവൺമെൻറ് ആയാലും ശരി, 2 കൂട്ടരും അവർ പണ്ട് തന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇവർ പറയുന്നത് അവർ കൊടുത്തിട്ടുണ്ടെന്ന്. ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് പോലും ഞങ്ങൾക്ക് അറിയുന്നില്ല. അഖിലോട്ടുപാറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. ഇടവേളയ്ക്ക് ശേഷം സകലമാന കേരളം ആര്യ ചേരും.